ഭക്തലക്ഷങ്ങൾക്ക് ആത്മസായുജ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ 3 തവണയാണ് മകരവിളക്ക് തെളിഞ്ഞത്. തിരുവാഭരണ വിഭൂഷിതനായ അയ്യനെ കണ്ട് തൊഴുത് മടങ്ങുകയാണ് ഭക്തർ. പമ്പയിൽ നിന്നും അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടു തുടങ്ങി. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പറയൂ. രോഹിണി, ഭക്തസഹസ്രങ്ങളുടെ ആത്മനിർവൃത്തിയുടെ ആത്മസമർപ്പണത്തിന്റെ പൂർത്തീകരണമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. മകരജ്യോതി ദർശനമൊക്കെ പൂർത്തിയാക്കി ഭക്തർ തിരികെ മലയിറങ്ങുന്ന തയ്യാറെടുപ്പിൽ വളരെ സന്നിധാനത്തെ വിവിധയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തരെ മലയിറക്കുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഒപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാത്തുനിന്ന ഭക്തർ, ദർശനത്തിന് വേണ്ടി മണിക്കൂറുകളായി കാത്തുനിന്ന ഭക്തർ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ സന്നിധാനത്തേക്ക് 18-ാം പടി ഫ്ലൈ ഓവറിലൂടെ കടന്നു പോകുന്ന കാഴ്ചയുമാണ് കാണുന്നത്. വളരെ വേഗത്തിൽ തന്നെ, വളരെ നിമിഷ നേരം മാത്രമാണ് ഇനി അയ്യപ്പസ്വാമിയെ ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുള്ളൂ. തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി വളരെ വേഗത്തെ മുന്നോട്ട് നീക്കുന്നുണ്ട്. അതുകൊണ്ട് കാത്തുനിന്ന, കഴിഞ്ഞ മണിക്കൂറുകളിൽ കാത്തുനിന്ന ഭക്തരുടെ ദർശനത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിന്റെ പൂർണ്ണതയിലേക്ക് സന്നിധാനം എത്തുമ്പോൾ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലെത്തി വിവിധ പർണശാലകളിൽ തമ്പടിച്ചിരുന്ന ഭക്തരെ വളരെ വേഗത്തിൽ തന്നെ തിരികെ മലയിറക്കുന്നതിനുമുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ പോലീസിന്റെയും കേന്ദ്ര സേനയുടെയും എല്ലാം വേഗത്തിൽ നിന്നുണ്ടാവുന്നു. പമ്പയിൽ നിന്നും ഭക്തർ മല കയറി വരുന്നുണ്ട്. രാവിലെ 11 മണിക്ക് ശേഷം ഭക്തരെ പമ്പയിൽ നിന്നും മല കയറ്റി വിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ സന്നിധാനത്തെ തിരക്ക് 1.5 ലക്ഷത്തിന് മുകളിൽ ഭക്തർ സന്നിധാനത്ത് ഈ ഒരു മകരജ്യോതി വിളക്ക് സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് എത്രയും വേഗം തന്നെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി, തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭക്തരെ ഉടൻ തന്നെ, ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഭക്തരെ വേഗത്തിൽ മലയിറക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അയ്യനെ കാണുന്നതിന് വേണ്ടി മണിക്കൂറുകളായി കാത്തുനിന്ന ഭക്തർ ഇപ്പോൾ ദർശനവും നേടുകയാണ്. എന്തായാലും ഭക്തിയുടെ ആത്മസമർപ്പണത്തിന്റെ എല്ലാം നിർവൃത്തിയിൽ ശബരിമല സന്നിധാനത്തെ ഏറ്റവും വിശിഷ്ടങ്ങൾക്ക് ഇന്ന് സന്നിധാനം സാക്ഷ്യം വഹിച്ചപ്പോൾ അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തിയ ഒരു പുണ്യ ദിവസം, പുണ്യ നിമിഷമൊക്കെയായി മാറി. ഇനി നാളെ മുതൽ ഗുരുതി അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ, എഴുന്നള്ളത്ത്, മാളികപ്പുറത്ത് നിന്നുള്ള എഴുന്നള്ളത്തടക്കമുള്ള ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഭക്തിയുടെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും. ശരി മിഥുൻ, അങ്ങനെ ഭക്തലക്ഷങ്ങൾക്ക് ആത്മസായുജ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.